ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പഴയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയരുത്. അത് നമ്മൾക്ക് വൃത്തിയാക്കി എടുത്താൽ ഇതുപോലെ കാർ പോർച്ചിലും സിറ്റ് ഔട്ടിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പുകളൊക്കെ അടുക്കി വയ്ക്കുവാനും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ പുറത്ത് പോയിട്ട് വരുന്ന ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ അടുക്കി വയ്ക്കാം. നമ്മൾ വേറൊരു ബോക്സ് ഇതിനു വേണ്ടി പണിയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എയർ പോകാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ ബീഡിങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എയർ പോവുകയും ചെയ്യും. നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകം ഒരു ബോക്സ് നമ്മൾ പണിയുകയോ കാശ് കൊടുത്ത് വാങ്ങിക്കുകയോ ചെയ്യേണ്ട. 5 കൊല്ലം ചെയ്യുകയെന്നുണ്ടെങ്കിൽ 500 രൂപയൊക്കെ നമുക്ക് ഇതിന് കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ഫ്രിഡ്ജുകൾക്കൊക്കെ നമ്മൾ 500 രൂപ കൊടുത്താൽ പോലും നമുക്ക് ഇതേപോലെ സ്റ്റാൻഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു നല്ലൊരു ഉപയോഗമാണ് ഇതിന്. അതുമാത്രമല്ല, ഈ ഒരു സാധനം നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുവാനും ക്രോക്കറി ഐറ്റങ്ങളൊക്കെ അതിനകത്ത് തന്നെ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. ഇത് നമ്മൾ വെറുതെ ഒരു 500 രൂപയ്ക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു അലമാര ചെയ്യുന്നതിൻ്റെ ഒരു നല്ലൊരു ഉപയോഗം ഇതിന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഴയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് സാധനങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു പഴയൊരു ഫ്രിഡ്ജാണിത്. അത് നമ്മൾ എടുത്ത് വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സൈഡിലെ ഈ ഒരു ഗ്രില്ല് നമ്മളിങ്ങനെ അഴിച്ചെടുക്കണം. അതിൻ്റെ കംപ്രസറും കാര്യങ്ങളും എല്ലാം നമ്മൾ അഴിച്ചെടുക്കണം. ഈ കംപ്രസറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചെടുത്ത് എൻ്റെ ബാഗിൽ ഇരിക്കുന്ന മൊത്തം ചെമ്പ് കമ്പികളാണ് ഇരിക്കുന്നത്. ആ ചെമ്പ് കമ്പിയൊക്കെ എടുത്ത് നമുക്ക് തൂക്കി കൊടുത്താൽ തന്നെ അതിന് തന്നെ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്കങ്ങ് അഴിച്ച് മാറ്റാം. പ്ലെയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം വയറുകളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് ഇത്രയും ഒരു സാധനം ഈ കംപ്രസറൊക്കെ നല്ല കംപ്രസറാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് കൊടുത്താൽ തന്നെ നമുക്ക് കാശ് കിട്ടും. സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ എമിറ്റി പേപ്പർ, സാൻഡ് പേപ്പർ എന്നൊക്കെ പറയുന്ന ആ പേപ്പർ അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ചിട്ട് തുച്ഛമായിട്ടുള്ള പൈസകളേ ആവത്തുള്ളൂ. നമുക്കത് നല്ലോണം തേച്ച് ഉരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫിനിഷിങ് കിട്ടും. ചെറിയ ചെറിയ ബൗൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടും. അതായത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. 320 പേപ്പർ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അത് വാങ്ങിച്ച് നല്ലതായിട്ട് ഒന്ന് ഉരച്ച് കഴിയുമ്പം അതായി. പിന്നെ 10, 30, 60 രൂപയുടെ പെയിൻറ്റും ഒരു റോൾ ബ്രഷും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ വ്യത്യസ്തമായ കളറുകളൊക്കെ കൊടുത്ത് നമുക്കത് വൃത്തിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ റെഡിനെ അത് ബ്ലൂ കളറാക്കി എടുക്കുകയാണ്. മറ്റാരുടെയും സഹായം വേണ്ട, നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ പഴയ സാധനങ്ങൾ ഇതേപോലെ വൃത്തിയാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഉപയോഗവും കാര്യങ്ങളും ഒക്കെയാണ്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രിഡ്ജ് മാറി ഇപ്പോൾ നല്ല ഒരു ബ്ലൂ ഫ്രിഡ്ജായി കിട്ടും. ഹാൻഡിലിൻ്റെ അവിടെയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാൽ മതി. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിയുമ്പോൾ ഹാൻഡിലിനകത്തൊട്ടൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിത് കൊടുക്കാനല്ലല്ലോ, നമുക്ക് ഉപയോഗത്തിന് വേണ്ടിയല്ലേ. നല്ല ക്ലീനായി എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കൂടെ തന്നെ
ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ പറക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ നല്ല വീഡിയോകളും പുതിയ ആശയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.